ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു കേട്ടോ എല്ലാവർക്കും. നിങ്ങൾ അവിടെ ഇപ്പോ വൈകുന്നേരം ആണ് എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ഉറക്കം ഉറങ്ങാനേ പറ്റിയിട്ടുള്ളൂ, ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ദെൻ ഞാൻ ഒന്ന് ഫ്രഷ് ആയി വന്നു. കണ്ണൻ ഫ്രഷ് ആവാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് റെഡി ആവണം. ഇനി ആകെ അരമണിക്കൂറേ ഉള്ളൂ. അതിന് റെഡി ആവണം. 12 മണിയാകുമ്പോൾ വണ്ടി വരും. അപ്പത്തേക്ക് പോണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു 11:25 ആയി. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഇന്നത്തെ നമ്മുടെ ദിവസം തുടങ്ങായി. കണ്ണം വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ. വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് മേക്കപ്പിന്റെ എന്റെ അത്യാവശ്യ തിങ്സ് എല്ലാം കൂടി വെച്ചിട്ടുള്ള മേക്കപ്പ് പൗച്ചാണ്. അപ്പൊ ആദ്യം ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റവല്യൂഷന്റെ ഒരു പ്ലംബിംഗ് ലിപ് ഗ്ലോസ് യൂസ് ചെയ്തിട്ട് പ്ലംബിംഗ് ഗ്ലോസ് യൂസ് ചെയ്തിട്ട് റവല്യൂഷന്റെ ലിപ് പ്ലംബിംഗ് ഗ്ലോസ്. നിങ്ങൾക്ക് എത്ര ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, കാരണം ഇവിടുന്ന് വെട്ടമടിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര മാത്രം ക്ലിയർ കിട്ടും എന്നെനിക്ക് അറിയാൻ വയ്യ. എനിവേ കിട്ടുന്ന ക്ലിയർ ഒക്കെ ഉണ്ടാവും. ആസ് യൂഷ്വൽ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ. കുറച്ച് സൺസ്ക്രീൻ കാലാവസ്ഥ കൂടുതലായതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇത്തിരി കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഭയങ്കര അധികം ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോബെറി ഡ്യൂ എന്ന് പറഞ്ഞിട്ട് ടിൻഡർ സൺസ്ക്രീം ബേജ് ടോൺ ആണ്. നമ്മൾ എനിക്ക് ടിൻഡർ ടോണിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. മറ്റുള്ളതൊക്കെ ചിലത് ഇച്ചിരി ഭയങ്കര ഒരു ഓവർ ആയിട്ടൊക്കെ തോന്നും ടിൻഡഡ് ആയിട്ടുള്ള ഇട്ട് കഴിഞ്ഞാൽ. വില അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, സാധാരണക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഐബ്രോ ഞാൻ മാർസിന്റെ ആണ് ഐബ്രോ പെൻസിൽ നമ്പർ 102 ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് ബ്രൗൺ, അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഒരു തിക്കഡ് ആയിട്ടുള്ള ഐബ്രോ ആണ്. അപ്പം ചില സ്ഥലത്ത് എന്റെ ഹെയർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഐബ്രോസ് ഈ എല്ലാരും നല്ല ഐബ്രോ എന്ന് പറഞ്ഞിട്ട് ആയിരിക്കണം എന്റെ ഐബ്രോസ് കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ആ ഭാഗത്ത് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഐ ഷാഡോ നൈക്കയുടെ തന്നെ നൈറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഐ കളർ പാലറ്റ് 01 ആണ്. ഒരു ന്യൂഡ് ഐ ഷാഡോ ആണ്. സോ അതാണ് ഞാൻ ബ്രഷ് ഒന്നും കൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ചിലപ്പം ബ്രഷിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇതുപോലെ എളുപ്പമൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല ബ്ലെൻഡിങ് എപ്പോഴും നല്ല നാച്ചുറൽ ആയിട്ടും പിന്നെ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വീഴാതിരിക്കാനും ഒക്കെ നമുക്ക് നല്ല ബെറ്റർ. പിന്നെ ഇനി എത്ര മോഡേൺ ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും എത്ര ഇതിട്ട് കഴിഞ്ഞാലും ഞാൻ ഒഴിവാക്കാത്ത ഒരു കാര്യം നിങ്ങൾക്കറിയാം, ബിന്ദി. അതെനിക്ക് വേണം. ഹൈടെക്സിന്റെ P7 ആണ് നമ്പർ. അതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബിന്ദി. ഹൈടെക്സിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് ഉള്ള ബിന്ദി. സോ ബിന്ദി വെക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. ബിന്ദി വെക്കാതെ പോകുമ്പോ എന്തോ എന്റെ മുഖത്ത്, കാരണം ഞാൻ എന്നെ ബിന്ദി വെക്കാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നൈക്കയുടെ തന്നെ ഗ്ലിറ്റി പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഷ് ഇല്ലാതെ എന്തല്ലേ. സോ ബ്ലഷ് ഇനി ഞാന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. ഡ്രസ് ഇട്ട് കഴിഞ്ഞു. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കാതെ വാങ്ങിയ ഡ്രസ് അല്ലേ എണ്ണ ഇത്. ഡേ ഞാൻ ഇട്ട് നോക്കിയില്ലല്ലേ ഡ്രസ്. ഓർമ്മയില്ലേ കോട്ടയത്ത് നിന്ന് വാങ്ങിയത്. കോട്ടയത്ത് ട്രിവാൻഡ്രത്ത്. കാരണം എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ട്രയല് പോലും ഇട്ട് നോക്കാതെ ഞാൻ വാങ്ങിയ ഡ്രസ്സാണ്. പക്ഷെ അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടമായി. നല്ല കളർ. എനിക്ക് പീച്ച് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. പീച്ച് ആണോ ബേബി പിങ്ക് ആണോ? അത് ബേബി പിങ്ക് അല്ലേ? ഇത് ബേബി പിങ്ക് ആണത്, പീച്ച് അല്ല, ബേബി പിങ്ക്. സോ അടിപൊളി. പിന്നെ സാൻഡിൽ വന്നിട്ട് ഞാൻ ലെക്സി ഫീലിന്റെ ആണ് സാൻഡിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങുന്ന 3ാമത്തെ സാൻഡിലാണ്. ഈ സെയിം കളർ തന്നെ, സെയിം ടോണിന്റെ, സെയിം ബ്രാൻഡിന്റെ സാൻഡില്. സോ ഞാൻ ഇത് ടാഗ് ചെയ്തേക്കാം. അപ്പൊ അതാണ് ഞാൻ ഇത് വേറെ ചെയ്യുന്നത്.
അയ്യോ വേറെ ഒരെണ്ണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തത് ഇട്ടിട്ടാണ് ഞാൻ എയർപോർട്ടിൽ വന്നത്. അതിന്റെ ഹീൽസ്, ഒരു കാലിന്റെ ഹീൽസ് ഒടിഞ്ഞു പോയി. ഞാൻ അങ്ങ് ആകെ ചമ്മി നാണം കെട്ടുപോയി ഗൈസ്. അയ്യോ നിങ്ങളെന്നെ ഇങ്ങനെ പരിഹസിക്കണം കേട്ടോ. ചപ്പല് ഊരി തന്നതൊക്കെ ശരി തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്ന കേസ്, ഈ ബ്രാൻഡഡ് ചെരുപ്പിന്റെ ഉപയോഗം എന്താ ഞാൻ മനസ്സിലാവുന്നത്. എങ്ങനെയൊക്കെ പോയാലും 4 കാലിൽ വീണ് കഴിഞ്ഞാൽ എന്റെ ഒരു കുഴപ്പവും പറ്റത്തില്ല എന്നുള്ള കാര്യം. ഓ ആര് പറയുന്നത്? ആര് ഇപ്പൊ നമ്മള് ലോക്കല്, നിങ്ങള് വലിയ ബ്രാൻഡഡും. ഓ അയ്യോ അയ്യോടെ മോനെ. ലിപ്പിന്റെ ഔട്ട്ലൈൻ പെൻസിൽ ഞാൻ ഉപയോഗിക്കുന്നത് ചോക്കോ ബട്ടർ എന്ന് പറഞ്ഞിട്ട് 14 നമ്പർ ആണ്. മാർസിന്റെ തന്നെ. അത് മാർസിന്റെ ലിപ്പ് പെൻസിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ബ്ലെൻഡിങ് എഫക്ട് അടിപൊളിയാണ്. ഞാൻ എപ്പോഴും ലിപ്പ് ഔട്ട്ലൈൻ വരയ്ക്കുന്നതിന് ഭയങ്കര കോൺഷ്യസ് ആണ്. ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഔട്ട്ലൈൻ ഭയങ്കര നല്ല ഭംഗിയായിട്ടിരിക്കണം. എന്റെ ഞാൻ പറയുന്നില്ല. മസ്കാര ഞാൻ ഇടുന്നത് വന്നിട്ട് ലാഷ് പാരഡൈസിന്റെ ആണ് കേട്ടോ. അടിപൊളിയാണ്. ഭയങ്കര എന്താ പറയാ, അടിപൊളി നല്ല കണ്ണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസ്കാര എന്തോ ഒരു ഹെവി ആയിട്ട് തോന്നും. അത്ര നന്നായിട്ട്. ഏത് കോമ്പത്? ഞാൻ ഇവിടുന്ന് മേടിച്ചോണ്ടത്. എഴുതുന്നറിയാവോ? മാക്മേന്ന്, ശാസ്ത്രമംഗലത്ത് വാടത്ത് ശരണിന്റെ ഷോപ്പ് മാക്മ. എന്ത് തിങ്സ്? നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇതെന്തൊക്കെയല്ലേ പറയുന്നത്. നിങ്ങൾ എന്താ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് യൂസ് ചെയ്യുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ വെറും ഇതാണെന്ന് പറഞ്ഞിട്ട് തിങ്സ് നിങ്ങൾ അന്വേഷിച്ചു വന്നേക്കുന്നു. നാണം ഉണ്ടോ? ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്നത് സ്ട്രോബെറിയുടെ ടിൻഡഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡോട്ട് ആൻഡ് ഗീയുടെ ഈ സൺസ്ക്രീന് ഞാൻ ആദ്യം യൂസ് ചെയ്തോണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഈ സൺസ്ക്രീൻ നല്ലതാണ് ഇങ്ങനെയാണ്. ഇവരൊക്കെ അറിയില്ലേ, ഓരോ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന നല്ല സൺസ്ക്രീൻ ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഇങ്ങനെ ദിയാകൃഷ്ണന്റെ വീട്ടിൽ ദിയാകൃഷ്ണൻ ഈ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സൺസ്ക്രീൻ എടുത്തിട്ട് ട്രിവാൻഡ്രത്തെ വീട്ടിൽ പോയല്ലോ. ആ സമയത്തോട്ടല്ലോ ഒരാൾ ഈ സൺസ്ക്രീനിന് വേണ്ടിയിട്ട് യൂട്യൂബിലേക്ക് ദിയാകൃഷ്ണ യൂസിങ് സൺസ്ക്രീൻ ഗൂഗിളിൽ എല്ലാം അടിച്ചു. ഇതെല്ലാം പേരെനിക്കറിയായിരുന്നു. എന്തോ പേരാണ് പേജ് ഇതായിരുന്നു അറിയാം. ഡോട്ടെന്ന് മാത്രം അറിയായിരുന്നു. പക്ഷെ ഇതെല്ലാം നമ്മളെന്ന് ചോർത്തി എടുത്തിട്ട് നമ്മള് പുറത്ത്, അവരെ അങ്ങ് വലിയ സ്റ്റാർ എല്ലാം പഠിച്ച് എന്റെ എല്ലാ കൊനിസ്റ്റുകളും എല്ലാ കൊനിസ്റ്റിസ്റ്റ സാധനങ്ങളും പഠിച്ചു. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ നിന്റെ നിന്നും പിന്നെ ഞാൻ പിന്നെ ഇതൊക്കെ പഠിച്ചു വെക്കണ്ടേ? എന്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്? ഇല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കല്ലേ ഇവരെന്താണ് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ സീമാ വിനീതിന്റെ ഹസ്ബൻഡിന് ഇതൊന്നും അറിയാൻ വേണ്ടി. ലിപ്സ്റ്റിക് മാൾസിന്റെ സസ്റ്റി സൂമ്പ. വലിച്ചു വാരി ഇടുവാണെങ്കിൽ സമയമില്ലെങ്കിൽ ഇവിടെയെങ്കിലും ടൈമിംഗ് ഫോളോ ചെയ്തില്ലെങ്കിൽ അവരിട്ടിട്ട് പോകും. അവര് ഡോറൊക്കെ അടയ്ക്കുന്നതായിട്ട് അപ്പുറത്തെ റൂമുകാര്. ഞാൻ കഴിഞ്ഞു. ഇനി എന്റെ വേറെ സാധനമാണ്. ഇത് മാത്രം ഞാൻ എടുത്തു. ഹുദ ബ്യൂട്ടിയുടെ അത് സെർച്ച് ചെയ്ത് കേസ് പക്ഷെ മേടിച്ചില്ല. അത് സെർച്ച് ചെയ്ത് ഞാൻ കണ്ടു. അത് മേടിക്കാൻ ഇച്ചിരി കോസ്റ്റ്ലി സാധനം. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേസ്, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇതിന് ഇത് ഇതിന്റെ കണ്ണന്റെ പൗച്ച് വെക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ ടിൻഡോ കേട്ടാ. ടിൻഡ് ഫുഡ് വെച്ചിട്ടിടാൻ വേണ്ടിട്ട് കേട്ടാ. ഞാൻ തരുവേ. ഇത് പിക്സിയുടെ ഞാൻ പറഞ്ഞില്ലേ PhD ലെവൽ മാനേജ് ചെയ്യുന്ന ബ്ലഷ്. ഓക്കെയാണോ? ഓവർ അല്ലാതെ ഇടുക കേട്ടാ. ഭയങ്കര ഓവറായിട്ട് വാരിയിടാതെ മതി. ചെറിയൊരു ഷെയ്ഡ് കാണും. ഒരു സൺസ്ക്രീം മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് കേട്ടാ. ഇപ്പൊ ഏത് ലെവലിൽ വരെ എത്തി നോക്ക്. സ്കിൻ കെയർ, സ്കിൻ ഇത് എല്ലാം. ഈ പൗച്ച് കണ്ണന്റെ ബാഗിൽ വെക്കണേ. ഈ പൗച്ച് കേട്ടാ. ഹെയർ വാക്സ് പറഞ്ഞു കൊടുക്കുക. ഏതാണ്? ഏതിന്റെ? ഇതാണ് എന്റെ ഹെയർ വാക്സ്. വാക്സ് പറയും. ഇത് വാക്സ് മറ്റേ ഇതിന്റെ
ഏത് IKT-യുടെ IKG-യുടെ വാക്സ് സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സൂപ്പർ സാധനമാണ് കേട്ടോ ഇത്. ജെൻസിനല്ല ഗേൾസിനായാലും അടിപൊളി സാധനമാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മള് റെഡി ആയിരിക്കുന്നു. റെഡി ആയി കഴിഞ്ഞിരിക്കും. നമ്മൾ എവിടെയാണ് വന്നതെന്ന് പറഞ്ഞില്ലേ ഇതുവരെ? വന്ന സ്ഥലം നേരെ ഇവിടെ നോക്കി കാണാം. കാണാൻ പറ്റുന്നുണ്ടോ? ആ സ്ഥലം നിങ്ങൾ കാണുമ്പോ ഐഡന്റിഫൈ ചെയ്യുക. സൂം ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്ഥലത്താ. അതിന്റെ ഒരു അക്ഷരം കാണുന്നില്ല, എന്നാലും TKAY കാണുമ്പോൾ അറിയാലോ. അതെ, തായ്ലാൻഡിലാണ് കേസ്. തായ്ലാൻഡിലാണ് വന്നിരിക്കുന്നത്, പട്ടായയിലേക്ക്. തായ്ലാൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ വിവാഹ വാർഷികം, ഫസ്റ്റ് ആനിവേഴ്സറി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നത് തായ്ലാൻഡിലേക്കാണ്. ഇറങ്ങുന്നു. പച്ചക്കുതിര റെഡി, പച്ചക്കുതിര റെഡി, അതിന്റെ മഞ്ഞക്കുതിര റെഡി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും റെഡി ആയിരിക്കുന്നു. ഇന്നാണ് ഗൈസ് ഒരു 3 മിനിറ്റ് നേരത്തെ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങുന്നത്. ഇല്ലില്ല, ഒന്നുമില്ല. വെച്ചേക്കണ മന്ന മോൻ അതിന് ഇന്നാണ് ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി. യെസ്, അതെ, ടൈം വളരെ വളരെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഇന്നാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് പോകും. അതെ, താങ്ക് യു. അതുകൊണ്ട് നമ്മള് നേരത്തെ തന്നെ ഒത്തിരി നേരം ഉറങ്ങാൻ പറ്റി. അതുകൊണ്ട് കുറെ സമയം, എത്ര സമയം ഉറങ്ങി? 1 മണിക്കൂർ പക്ഷെ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഉറക്കം അങ്ങോട്ട് അത്ര അങ്ങ് ശരിയായില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു. യെസ്, വാ, ഇതാണ് നമ്മളെ ലോബി കേട്ടോ. കണ്ണു ഞാൻ എന്തോ പറയാൻ വന്നല്ലോ, എന്തോ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞങ്ങള് കുറെ സ്ഥലങ്ങളിൽ നമ്മള് പോയപ്പോഴത്തേക്കും നമ്മള് സമയം ഭയങ്കര ഡിലേ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളു അല്ലേ അണ്ണാ? അതുകൊണ്ട് നമ്മള് വളരെയധികം ഇവിടുത്തെ തായ്വാത്ത് തികയാതെ വരും. ഏതാ ഫുഡ് വെയർ അല്ലേ? അവിടെ പക്ഷെ ഇരിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നാം. നോക്കാം, ഇവിടെയൊക്കെ ആക്ച്വലി വലിയ ചപ്പൽസ് ഉണ്ടാവും. മേ ബി ചിലപ്പം കുറച്ച് തെരുവിലൂടെ ഈ വൈറ്റ് നടക്കുന്നതാണ്. എന്റെ ദൈവമേ, വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഡേ ഫസ്റ്റില് നമ്മൾ വന്നേക്കുന്നത് ബിഗ്ഗസ്റ്റ് ബുദ്ധ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യഥാർത്ഥത്തില് ഇവിടെ തായ്ലാൻഡില് ഗോൾഡൻ ബുദ്ധ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്. ഇത് ആക്ച്വലി ഗോൾഡൻ ബുദ്ധ അല്ല, ഇത് ഗോൾഡ് എന്തോ പെയിന്റ് അങ്ങനെ ചെയ്തേക്കുന്നതാണ്, പ്യുവർ ഗോൾഡിന്റെ അല്ല. ഇത് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്ചു ആണ്. ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മളവിടെയൊക്കെ അമ്പലം പോലെ തന്നെയുള്ള, ഇവിടെ വന്ന് പ്രയറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ബുദ്ധ സ്റ്റാച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ബുദ്ധന്റെ പല പല ടൈപ്പ് ഓഫ് സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെ ആണ്. പിന്നെ അവിടെ ഒത്തിരി ആൾക്കാർ പ്രയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മളും പ്രയർ ചെയ്തു. തിരിയൊക്കെ വാങ്ങി അവിടെ കത്തിച്ചു വെച്ചു. ഞാൻ ക്യാൻഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ല ഒരു കുന്നിന്റെ മുകളിലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു വ്യൂ ഒക്കെ ഭയങ്കര നല്ല രസമാണ്. അപ്പൊ കണ്ണനും ഒരു മാലയും ഒരു തിരിയൊക്കെ വാങ്ങി കണ്ണനും അവിടെ കുത്തിവെച്ചു. മാലയൊക്കെ അവിടെ വെച്ചു, പ്രയർ ചെയ്തു. പിന്നെ കാണാനൊക്കെ ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ. പിന്നെ തിരി എനിക്ക് തോന്നുന്നു നമ്മളെ ഇവിടുത്തെ ഒരു 2 സാമ്പ്രാണി തിരിയും പിന്നെ ഒരു ചെറിയ കുഞ്ഞു ക്യാൻഡിലും ഈ ഒരു പ്ലാസ്റ്റിക് മാലയാണ് കേട്ടോ. ഒറിജിനൽ പൂവല്ല, ഒരു പ്ലാസ്റ്റിക് മാലയാണ്. അതിനവിടെ റേറ്റ് വന്നത് ഒരു 20 തായ് ബാത്ത് ആണ്. 40 തായ് ബാത്ത്. 40 തായ് ബാത്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 60 രൂപയ്ക്കകത്തൊക്കെ വരുമെന്ന് തോന്നുന്നു. അത്രയും ഒരു 60 രൂപയ്ക്കകത്തുണ്ട്. അത് കൊടുക്കണം. അത് കൊടുത്താലേ ആ സാധനം വാങ്ങി അവിടെ വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് പ്ലാസ്റ്റിക് മാല ആ ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചിട്ട് കത്തിക്കുന്ന തിരി നമ്മൾ അവിടെ ഒരു മണലാണ് ബുദ്ധയുടെ ഫ്രണ്ടിലായിട്ട്. സോ ആ മണലിൽ നമ്മളത് കൊളുത്തി വെക്കുക, അവിടെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത് മണലിലേക്ക്. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പോട്ട് പോലെ ഇങ്ങനെ വെച്ചിട്ട് വെള്ളമൊക്കെ അതിൽ വെച്ചേക്കുന്നത് ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ
ഒത്തിരി ഇങ്ങനെ ബുദ്ധയുടെ പിന്നെ വിനായകന്റെ ഒക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇവിടെ വേറൊരു ഇതുണ്ടായിരുന്നു, പുരാതനമായ ശില്പങ്ങളൊക്കെ ഉള്ള. അല്ല, ഇത് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ തന്നെ ഇതാണ്, സ്റ്റാച്യൂസ് ആണ്. പുരാതനമാണ്. ഇവിടെ ഉണ്ടാകുന്ന, ഇവിടെ വന്ന് ഇതിരുന്ന ആൾക്കാരല്ലേ? അതെ. എന്താണ് തപസ്സിരുന്ന? തപസ്സിരുന്നാണ്, അതാണ് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര റിയൽ ആയിട്ടുണ്ട് കേട്ടാ. എന്ത് റിയലിസ്റ്റ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. എനിക്ക് പേടിയാണ്. ഭയങ്കര ഒറിജിനൽ അല്ലേ? അടുത്ത് വരുമ്പോ ഭയങ്കര ഒറിജിനാലിറ്റി, ജീവനുള്ള പോലെ. സത്യം ഭയങ്കര ജീവനുള്ള പോലെ തോന്നുന്നു. ജീവനുള്ള പോലെ കേട്ടോ. ഒരു ജീവനുള്ള ആളിരിക്കുന്ന പോലെ തോന്നും. ഓ സത്യം, ഭയങ്കര ലൈഫ്. അവിടത്തെ മൂന്നെണ്ണം ഭയങ്കര ലൈഫായിട്ടുള്ളത് കേട്ടാ. സൂപ്പർ. ഇവിടത്തെ ഒന്നും എനിക്ക് അത്ര ഇതായില്ല കാരണം, പക്ഷെ അവിടത്തെ ആ സെന്റർ ഇരിക്കുന്നത് ഭയങ്കര ജീവാംശം രക്ഷയില്ല കേട്ടാ. ഇവിടെ ഫുൾ മുമ്പുണ്ടായിരുന്ന ആൾക്കാരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുള്ളതാണ്. ഫോട്ടോസ് ഉണ്ട്. അത് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ എന്താ പറയുക, ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം, നല്ല ഫുഡ് തന്നെയാണ്. ഓ മൈ ഗോഡ്, ഞങ്ങൾ വളരെ ഡയറ്റിംഗ് ആണ്, ഭയങ്കര ഡയറ്റിംഗ് ആണ്. അതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് കഴിക്കുകയാണ് അല്ലേ. കഴിച്ചിട്ട് വരട്ടെ. കഴിച്ചോ? കഴിച്ചിട്ട് വരാം. നല്ല വിഭവ സമൃദ്ധമായ ഒരു ഊണ് വിചാരിച്ചല്ലേ? നല്ല ഊണായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ലഞ്ചായിരുന്നു. കഴിച്ചത് അതിന്റെ സിട്രസ് ഗ്രാൻഡ് ഹോട്ടൽ പട്ടായ, അടിപൊളി. നല്ല വിഭവ സമൃദ്ധമായ ഒരു ലഞ്ച് കഴിച്ചു. അതെ, കഴിച്ചു. പട്ടായ തെരുവുകളിലൂടെ ഇനി മതാലസൊക്കെ ഇടണം. നമ്മുടെ ഏഷ്യ ടൂറിസ്റ്റിന്റെ വണ്ടി. സത്യം സോ നൈസ് കേട്ടാ, അടിപൊളിയാണ്. പാവ് അടിപൊളി. ഒരു പ്രത്യേക ഒരു തരത്തിലേക്ക് റോസിക്ക് റോസി നോക്കൂ. വൺ വോയിസ് വൺ റൈറ്റ് വൺ വോട്ട്. എന്തൊക്കെയോ പരിപാടിയായി. ഇത് ഇതിന്റെ ആയിരുന്നു ഫോട്ടോ കണ്ടോ? അതാണ് സ്റ്റാച്യു. അതെ, ഇത് 1/2 കഴിഞ്ഞു. പക്ഷെ രസമുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇതായിരിക്കുന്നു. അതെ, സേഫ്റ്റി ഹെൽമെറ്റ്. അതെ. വാർക്കതമുണ്ടോ? ചാണ്ട് പറയാനുണ്ടോ? At 6 p.m. Everyone, for the health, please wear your helmet inside the MCU because they are installing the new artwork and for your safety, everyone. Okay, so my group, are you ready? Ready? അടുത്ത് നമ്മൾ വന്നേക്കുന്നത് തായ്ലൻഡിലെ പട്ടായയിലുള്ള മനോഹരമായിട്ടുള്ള പൂർത്തിയാകാത്ത ഒരു തടി കൊട്ടാരത്തിലേക്കാണ് കേട്ടോ. മ്യൂസിയം കൂടിയാണ്, ദ സാഞ്ചുറി ഓഫ് ദ ട്രൂത്ത്. കടൽ തീരത്ത് ഏകദേശം 105 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കൊട്ടാരം 1981 ലെഗ് വീര്യഫനാണ് കേട്ടോ വിഭാവനം ചെയ്തേക്കുന്നത്. തേക്കും മറ്റു തടികളും കൊണ്ടാണ് ഈ ഘടന പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ലോഹ നഖങ്ങൾ ഉപയോഗിക്കാത്ത പരമ്പരാഗത മരപ്പണിയെ പൂർണ്ണമായും ആശ്രയിച്ചാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇരുന്ന്, എനിക്ക് തോന്നുന്നു 24 hours ഇരുന്നാണ് അവർ ചെയ്യുന്നത്. ഷിഫ്റ്റ് വെച്ചിട്ട് മാറി മാറി ഇരുന്നിട്ടാണ് ഇത് പണി ചെയ്യുന്നത്. കൈ കൊണ്ട് ഇങ്ങനെ കൊത്തി 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 എടുത്ത് ജോയിൻ ചെയ്ത്
ഈ കൊട്ടാരത്തിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മ്യൂസിയത്തിലേക്ക്. പ്രധാന ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വാസ്തുവിദ്യയിൽ സങ്കീർണമായ മരക്കൊമ്പ് കൊത്തുപണികൾ ഹിന്ദു, ബുദ്ധ, ആയുത്തയ രാജവംശത്തിന്റെ രൂപങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഭൂമി, തീ, ജലം, കാറ്റ് എന്നീ മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 ചിറകുകളായിട്ടാണ് കേട്ടോ ഈ കൊട്ടാരത്തിനെ വിഭജിച്ച് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കരകൗശല വൈദഗ്ധ്യം കൊണ്ട് സന്ദർശകർക്ക് പ്രാദേശിക കരകൗശല വിദഗ്ധർ സജീവമായിട്ട് കൈകൊണ്ട് കൊത്തിയെടുത്ത സ്മാരകം കൂട്ടിച്ചേർക്കുന്നത് കാണാനും പറ്റും കേട്ടോ. നമുക്ക് തന്നെ കാണാൻ പറ്റും അവർ പണി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഹെൽമെറ്റ് തന്നിട്ട് അത് തലയിൽ വെച്ചിട്ട് വേണം കയറാൻ. കാരണം മുകളിൽ പണിക്കാരിരുന്ന് ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാനും പറ്റുന്നുണ്ട്. ഇത് ഒരു ജീവനുള്ള ക്ഷേത്രമാക്കി മാറ്റുന്നു എന്നാണ് അത് അവർ പറയുന്നത്. അതുമല്ല, നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ ഗൈഡുകളുണ്ട്. ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഗൈഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത തായ് നൃത്തം പോലുള്ള സാംസ്കാരിക പരിപാടികൾ ഇവിടെ നടത്താറുണ്ട്. പിന്നെ സന്ദർശന വിവരമാണെങ്കിൽ ലാം രാജ് ഷാവറ്റ് എന്ന ക്ലുയ ഉപജില്ല നോർത്ത് പട്ടായയിലുള്ള വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്നോ അല്ലെങ്കിൽ ജോംതിയൻ ബീച്ചിൽ നിന്നോ ഏകദേശം 20-25 മിനിറ്റ് കേട്ടോ ഡ്രൈവാണ് ഇവിടേക്കുള്ളത്. സമയമാണെങ്കിൽ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുറന്നിരിക്കും. രാത്രി ടൂറുകൾ പലപ്പോഴും വൈകുന്നേരം 6:20 മുതൽ 8:30 വരെ ലഭ്യമാണ്. പ്രവേശന കവാടം മുതിർന്നവർക്ക് ടിക്കറ്റിന് സാധാരണയായി 500 ബാത്താണ് കേട്ടോ. 500 ബാത്ത് ഉണ്ട് ഓരോരുത്തർക്ക് ടിക്കറ്റ്. പര്യവേഷണം ചെയ്യാൻ ഏകദേശം 2-3 മണിക്കൂറെങ്കിലും എടുക്കും നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വസ്ത്രധാരണ രീതിയാണെങ്കിൽ സാംസ്കാരികവും ആത്മീയവുമായ അങ്ങനെ രീതിയിലുള്ള എന്താ പറയുക വസ്ത്രം വേണം ധരിക്കാൻ വേണ്ടി. കാൽമുട്ടുകളൊക്കെ പൂർണ്ണമായും മൂടുന്ന തരത്തിലുള്ള വസ്ത്രം വേണം മാന്യമായിട്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് മാത്രമേ ഇവിടേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഏറ്റവും കൃത്യമായ വില നിർണ്ണയത്തിനായി ലഭ്യമായ ടൂർ സമയങ്ങൾ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സന്ദർശനം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് സൈറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തം തടി ചെയ്ത് മൊത്തം പണമെടുത്ത് പിന്നെ ഇതിന്റെ 4 മുഖം ഒരുപോലെ അത് ശ്രദ്ധിച്ചാനോ? 1, 2, 3, 4 സൈഡും അതിന്റെ അതുപോലെ മേൽഭാഗത്തും ആവട്ടെ 4 സൈഡും ഒരുപോലെ അത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. വലിയാണ് ഇയർ. ഹെൽമെറ്റ് ഒക്കെ വെച്ച് തലയൊക്കെ എന്റെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ ഒരു കൊമ്പനാനയ്ക്ക് തണ്ണിമത്തം കൊടുക്കാൻ വേണ്ടി പോണ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. അത് എഴുതാൻ നോക്കി പേടി കണ്ണ് പേടിയുണ്ടോ? അത് വായി വെച്ച് കൊടുക്കടി കേന്ദ്രം എടുക്കണം. പുള്ളി പറഞ്ഞ ഉള്ളി തുമ്പിക്കേ കൊടുത്താൽ മതി അതിനകത്ത് മതി. ഇങ്ങനത്തെ തന്നെ മറ്റേ കൊടുക്ക്. ടച്ച് ചെയ്യേ അടുത്ത് നോക്കിയേ അടുത്തിട്ട് ഇല്ലേ? ഓക്കെ In Kerala is too much elephant. In India, in India, too many elephants. India, in our country. English no? ഒരാളെ കൊടുത്തു തീരുടിയില്ലേ ബേറ്റ ഒരാളെ പണിയേണ്ടി വരും. ഒരാളെ പണിയേണ്ടി വരും. എന്ത് വെച്ചെടുക്കുന്നേ? വാ ഇവിടെ വാ നൈസ് കണ്ണാ. അതെ പിടിച്ചു ചോദിച്ചില്ല. എനിക്ക് പേടി എന്നാല് ഇനിയില്ല കൊടുക്കാനായിട്ട്. വേറെ കുറച്ച് കാണത്തില്ല. ഇനിയില്ല മതി. ഇനിയില്ല ഇതില് ഇത്രേ ഉള്ളൂ. അതിനറിയാൻ കണ്ടാത് നോക്കി ചെറിയ സാധനം എടുക്കുമ്പോ മേടിക്കുന്നില്ല. ഇല്ല ആദ്യമായിട്ടാണ്. ആനെ കാണുമ്പോ പോവില്ലേ? ആനെ കാണുമ്പോ നാട്ടിലാനയില്ലാണ്ടാണ് ഇവിടെ വന്നു തായ്ലൻഡിലെ ആനയ്ക്ക് കൊണ്ടുപോയി പറയാം. നാട്ടിലെ ആനയ്ക്ക് തണ്ണിമത്തം മേടിച്ച് കൊടുക്കാറുള്ളൂ. കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞിട്ട് കൊടുത്ത പ്രശ്നം തണ്ണിമത്തം കഴിക്കാൻ
ഇവിടുത്തെ ആനയ്ക്ക് ആഗ്രഹം ഉണ്ടായില്ലേ? ഇവിടെ എന്താ പറയുക മേടിക്കാം കേട്ടോ. വേണ്ട, എക്സ്പ്രസോ 100 ബാത്ത്. ഒരു എക്സ്പ്രസ് വാങ്ങി നമുക്ക് 2 കൂടെ കുടിക്കാം. മേടിക്കും. എന്താ 100 ബാത്തിന്റെ ഒരു അമേരിക്കാനോ അതാണ് വേണ്ടത്. സാഞ്ചുറി സാഞ്ചുറി ഓഫ് ഫ്രൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് കൈ. ഇനി എവിടെയോ പോകുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വാഷ്റൂംസ് ആണോ കൊണ്ടുവന്ന്? വാഷ്റൂമിലൊക്കെ പോയിട്ട് വാ. വാഷ്റൂം അടിസ്ഥാനം എടുത്തേക്കുന്നത്, അടിസ്ഥാന കേന്ദ്രം എടുത്തേക്കുന്നതാണ്. തന്നെ പോയിച്ചാ. അടുത്ത് നമ്മൾ വന്നത് തായ്ലൻഡിൽ തന്നെ പട്ടായയിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. തായ്ലൻഡിലെ 4 പ്രധാന മേഖലകളിലെ തനതായ സംസ്കാരവും ജീവിത രീതിയും വിളിച്ചോതുന്ന ഈ മാർക്കറ്റില് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് സ്ഥലത്ത് തിരികെ പക്ഷെ ഒരു ഉറക്കിറങ്ങി ഞാനും ചെറുതായിട്ടൊന്ന് ഇറങ്ങി. ഉറക്കം എണീറ്റൊക്കെ സ്ഥലമെത്തി. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. തടി കൊണ്ടുണ്ടാക്കിയ പരമ്പരാഗതമായ വള്ളങ്ങളിലും കടകളിലും തദ്ദേശീയ ഉൽപ്പന്നങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആകർഷണമായ വിപണി തായ്ലൻഡിന്റെ പരമ്പരാഗത നദീതീര ജീവിതം പ്രദർശിപ്പിക്കുന്നു. കാരണം ഇവിടെ മുഴുവനും വെള്ളത്തിന്റെ പുറത്താണ് ഇതെല്ലാം പണിതേക്കുന്നത്. വുഡിലാണ് കേട്ടോ പണിതേക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക്, നമ്മളെ പോലുള്ളവർക്ക് ബോട്ട് സവാരി ഉണ്ട്. നമ്മൾ ബോട്ടിലാണ് കുറേയൊക്കെ ഇങ്ങനെ കറങ്ങി കണ്ടൊക്കെ ബോട്ടിലാണ്. തനത് തായ് വിഭവങ്ങൾ ആസ്വദിക്കാനും കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ. പരമ്പരാഗത കരകൗശല വസ്തുക്കൾ വാങ്ങാനും സാധിക്കും. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വില കൂടുതലുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ഗൈഡ് പറഞ്ഞായിരുന്നു, ഇവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാളും ഈ സാധനങ്ങൾ തന്നെ നമുക്ക് ബാങ്കോക്കിൽ വാങ്ങാൻ പറ്റും. കാരണം അവിടെ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് കിട്ടും അവിടുത്തെ മാർക്കറ്റുകളിൽ. പക്ഷേ ഇവിടെ കൊടുക്കുന്ന അതേ സാധനം തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. കാരണം അവിടുന്ന് ആൾക്കാർ കൊണ്ടുവന്നാണ് ഈ മാർക്കറ്റിലൊക്കെ എല്ലാം സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ തന്നെ നന്നായിട്ട് ബാർഗൈനിങ് ചെയ്ത് വേണം വാങ്ങാൻ എന്നൊരു ഇതൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. തായ്ലൻഡ് ടൈമാണ് കേട്ടോ. പിന്നെ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ തനത് രുചികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടേസ്റ്റിലുള്ളതാണ്. ചിലപ്പം നമ്മളെല്ലാ ആൾക്കാർക്കും അത് ഇഷ്ടമാണോന്നില്ല. ചിലപ്പോൾ അവിടുത്തെ ഒരു ടേസ്റ്റ് ആസ്വദിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അത് ഇഷ്ടമാവും. പിന്നെ വില ഇവിടെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവിടുത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ഓക്കെയാണ്. നമ്മൾ ഇവിടുത്തെ വില വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മളൊന്നും വാങ്ങത്തില്ല. കാരണം ഇവിടുത്തെ ചാർജസ് നോക്കുമ്പോൾ കൂടുതലാണ്. അവിടെ ഒരു ഇളനീരൊക്കെ ഒരു 100 ബാത്ത് ഒക്കെ കൊടുക്കണം. 100 ബാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു 250 അല്ലെങ്കിൽ 260 ഒക്കെ വരും. നമ്മൾ വിചാരിക്കും അയ്യോ ഒരു ഇളനീര് 260 രൂപ നമ്മൾ കൊടുത്ത് വാങ്ങണോ എന്ന് ചിന്തിച്ചാൽ പോയി. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ അവിടുത്തെ ഒരു ചാർജ് വെച്ച് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ടൂറിസ്റ്റുകളെ ബേസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ചാർജ് കുറച്ച് കൂടുതലാണ്. കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. അപ്പോൾ അവിടുത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ചാർജ് കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നെ ഫുഡുകളാണെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് വേറുള്ള സ്ഥലങ്ങളിൽ അത് കഴിഞ്ഞാൽ ആരെയാണ് കർഷ ഓക്കെ. നല്ലൊരു കോഴിപ്പൂനുണ്ടാക്കിയത്. അതെ, നല്ല കോഴികൾക്ക് ഒരു ഉദാഹരണമായ ഒരു കോഴി. കോഴിപ്പൂനുണ്ടാക്കിയത് നല്ലൊരു കോഴി. അതെ, കോഴികൾക്ക് വേണ്ടി കോഴികൾക്ക് വേണ്ടി കോഴിപ്പൂനുണ്ടാക്കിയത്. ഇത് കൊള്ളാല്ലേ റൈഡ് അല്ലേ? അതെ, ഒരു കനാലിൽ കൂടെ ഒരു ബോട്ടിങ്. അതെ, അങ്ങനെ ആനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാരും കൂടെ കറങ്ങിയിരിക്കുകയാണ്. സംസാരിച്ചു വീഡിയോയിൽ. സ്വീറ്റ് ആണ് കേട്ടോ.
ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ കച്ചവടങ്ങളും വില പേശുന്നു. നമ്മളൊരു 150 രൂപ 150 താഴ്ഭാഗത്തിന്റെ സാധനം എടുത്തപ്പോ കണ്ണം പറഞ്ഞ് 80 എന്ന് പറയും. അപ്പൊ ഒരു 100 80 ഒരു രൂപ പോലും കുറയില്ലെന്ന് പറഞ്ഞു. അതെ. തായ് ക്രാബ് തായ് നല്ല ക്രഞ്ചി ആയിട്ടുള്ളതാണ് കേട്ടോ. ദൂരെ വിട്ടിലേക്ക് ഉണ്ടായിരുന്നു. വിട്ടില് പുഴു കുട്ടിയാണ് കേട്ടോ. അതാ ഇത് മേടിച്ചേ മേടിച്ചേടി ഈ സാധനം 50 രൂപ. കഴിക്കണം, ഒന്ന് കഴിച്ചു നോക്കാം. അതെ, ഞാനേ അവിടെ വിട്ടിലും പുഴുവിനെയും കണ്ടേ. അപ്പോഴത്തേക്ക് ഞാൻ കണ്ടോട് പറഞ്ഞ ആദ്യം ഒരു വിട്ടിൽ എന്തെങ്കിലും വാങ്ങി തിന്നാൻ പറഞ്ഞതാ. കുണ്ടളം പുഴുവൊക്കെ പുഴുത്തതൊക്കെ ചില കുണ്ടളം പുഴുവൊക്കെ വറുത്തതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുണ്ടളം പുഴു എന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞതാണ്. ബട്ട് ഇല്ല, നടന്നില്ല. എന്ത് വെച്ചു മോനു? ഫ്ലൈറ്റ് വാങ്ങുന്നുണ്ടോ? നമ്മളെ എന്നോട് പറയുന്നത് ആ ഞണ്ടൊക്കെ കണ്ടപ്പോ നല്ലതായിരുന്നു. ഞണ്ടിന് നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു, നല്ല ഒരു ക്രഞ്ചി സ്മെല്ലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞണ്ട് കഴിക്കാന്ന്. പക്ഷെ കണ്ണന് ഇഷ്ടപ്പെട്ടത് ചുണ്ടലം പുഴുവാണ്. നാട്ടിലെ മറ്റേ വിരപ്പൂവിനെയാണ് ഇതൊക്കെ വേണോ? അയ്യോ, ഞാൻ അതല്ല, ഞാൻ ഞണ്ടിന്റെ അവിടെയാണ് കുറച്ചു നേരം ഇങ്ങനെ സ്റ്റക്കായി നിന്നത് കേട്ടാ. ഈ ഞണ്ട് കൊള്ളാലോ, ഞണ്ട് രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. വലിയ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, ഒരു രക്ഷയില്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു. എന്ത് കാര്യങ്ങൾ നടന്നു? ഒരു കാര്യം നടന്നു. ചുമ്മാ മേടിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പൈസ കമ്പയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. എന്നാ പറയും, കരിക്ക് വേണം കഴിക്കണം. ഇനി ഇവിടുത്തെ കരി കുടിക്കുന്ന അത് വേണ്ട. നാട്ടിലെ കരി കുടിക്കുമ്പോൾ ഇനി പ്ലാനിലെ കരി കുടിക്കുക. പട്ടായ കരിക്ക് വാങ്ങി തന്നല്ലോ. വേറെ ടേസ്റ്റ് ആണോ? നാട്ടിലെ ടേസ്റ്റ് അല്ല, പിന്നെ എന്താ ടേസ്റ്റ്? വേറെ ടേസ്റ്റാ. ഞാനിവിടെ കുടിച്ചു നോക്കട്ടെ. ചോയാണോ? നല്ല മധുരമുണ്ട് അല്ലേ? വേറെ ടേസ്റ്റ് അല്ലേ? ഒരുപാടുണ്ട് കേട്ടോ. ഇളനീര് കുടിച്ചു കേട്ടാ, നല്ല അടിപൊളിയായിരുന്നു. നമ്മള് കുറെ നേരം കൊണ്ട് ഇങ്ങനെ വേണ്ട 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 എന്ന് വെച്ച സാധനമായിരുന്നു. ഇവിടെ എല്ലാം മറ്റേ ഇതാണല്ലേ, ഏത് ബാഗുകളല്ലേ, ലേഡീസ് ഇവിടെ മറ്റേ സാധനം ഒരു ഐസ്ക്രീം കുറച്ചൊരു കോട്ടിങ് തരത്തില്ലേ, നല്ല തണുപ്പിച്ചിട്ട്. പിന്നെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. സംതിങ് കമന്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഒന്നും എടുക്കില്ല കേട്ടാ. കയ്യിലിടുന്നത് അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ചെയ്തു. അയ്യോ, സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ടയറായി. എന്ത് വാങ്ങിച്ചു? ഒന്നും വാങ്ങിച്ചില്ല. നമ്മള് സ്റ്റിക്കർ വാങ്ങി, പിന്നെ ഇത് വാങ്ങി, സാമ്പിൾസ് അല്ലേ? സാമ്പിൾസ് അല്ല, സാമ്പിളിന്റെ ഇത് വാങ്ങി. സാമ്പ്രാണി കട്ട അത് വാങ്ങി. പിന്നെ സ്റ്റിക്കേഴ്സ് വാങ്ങി. പിന്നെ ടെൻഡർ കോക്കനട്ട് കഴിച്ചു. അതൊക്കെ തന്നെ ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ട് കഴിച്ച് സ്കോർ ചെയ്യുന്നുണ്ട്.
ഒരു പൈനാപ്പിൾ വാങ്ങിച്ചു. നമ്മളെ വയറ് ഓൾറെഡി ഇച്ചിരി ഇതായിട്ട് ഡിന്നർ കഴിക്കാൻ പറ്റുന്നത്. ഡിന്നർ കഴിക്കണം. നീ അതല്ല സ്ട്രീറ്റിൽ പോകണമെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും നമ്മൾ വാങ്ങത്തില്ലേ? അങ്ങനെ ഇരിക്കും. നല്ല ഗോപുരങ്ങൾ നടക്കും. അതെ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കാക്കൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ റൂമിലെത്തി. എന്തൊക്കെ സ്പെഷ്യൽ പർച്ചേസിംഗ് ആണ് കഴിഞ്ഞ് അതെ റൂമിലേക്ക് പോവാൻ. ഇനി ഫ്രഷ് ആവുക, റൂമിൽ പോവാ, ഫ്രഷ് ആവുക, ഡിന്നർ കഴിക്കാൻ വരിക. ഡിന്നർ കഴിച്ചിട്ട് ഒന്ന് സ്ട്രീറ്റിലേക്ക് പോവാം. വീണ്ടും വാക്കിംഗ് സ്ട്രീറ്റ് ഒന്ന് കറങ്ങാം. ഒന്ന് കറങ്ങാൻ നാട്ടിൽ തന്നെ തമ്പാന്റെ പൂജപ്പുര വഴി മൊത്തം ഒന്ന് കറങ്ങാം. അടിപൊളി. പാളയം തമ്പാന്റെ ഇത് മറ്റേ കൊറോണ വൈറസ് കേട്ടാ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കല്ലേ സ്ട്രീറ്റിലൊക്കെ സൂപ്പർ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉന്മത്ത മതാലത്തകളായിട്ട് ഇങ്ങനെ മസാജിങ് പാർലർ തായി വന്നു കഴിഞ്ഞാൽ പിന്നെ മസാജുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കോറിഡോർ ഇതാണ് കോറിഡോർ. റൂമിച്ചില്ലെങ്കിലും മനുഷ്യരിക്കാറാണ് ഇപ്പൊ തന്നെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയെന്നറിയാം. അതെ, ഷോർട്ടായിട്ട്. ഞങ്ങൾ ഇനിയിപ്പോ പോകാൻ പോകുന്നത് രാത്രിയിലെ ഡിന്നറും പിന്നെ അതുപോലെ തന്നെ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ പോകുന്നുണ്ട്. അത് അടുത്ത വീഡിയോ കാണാം. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺ. പട്ടായ വിശേഷങ്ങൾ തുടർന്നതായിരിക്കും. ഓക്കെ, ബൈ.